അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്കെതിരെ താങ്കളൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് സത്യത്തിൽ സംഭവിച്ചതാണോ? അതിൻ്റെ സാഹചര്യം എന്താണ്? അത് ഏത് വർഷം നടന്നതാണ്? അത് ഒരു സിനിമയുടെ സെറ്റിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അമ്മയുടെ ഒരു സുപ്രധാനമായ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതൊരു ഞങ്ങൾ ഒരുമിച്ചൊരു ടോക്ക് ഷോയിൽ അദ്ദേഹം അമ്മയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്ന് സംസാരിക്കാൻ വന്നൊരു ചാനലിലാണ്. അപ്പോൾ ഞാൻ ഇരുന്ന സമയത്ത് അത് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം വേറെ എന്തോ ഒരു ആവശ്യമായിട്ട്, ഞാൻ സംസാരിച്ചത് കൊണ്ടല്ല, അതിന് മുന്നേ അദ്ദേഹം ക്വിറ്റായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല അത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, അതായത് ഒരു പേഴ്സണൽ ടോക്ക് പോലെയാണ്, അതെൻ്റെ ഒരു ആരോപണമല്ല. ഇതും ഇങ്ങനത്തെ കാര്യങ്ങളും അവർ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. 2014 ആണെന്ന് തോന്നുന്നു, ഇടുക്കിയിൽ നടന്ന മരംകൊത്തി സിനിമയിലാണ്. അപ്പോൾ എനിക്ക് ജയൻ ചേർത്തല എന്നുള്ള പേര് കേൾക്കുന്നതും ഈ ആർട്ടിസ്റ്റിനെ കാണുന്നതൊക്കെ ആ സമയത്താണ്. അപ്പോൾ നമ്മളോട് വേറെ ഒന്നും മോശമായിട്ട് അവർ ഉപദ്രവിച്ചെന്നോ കാര്യങ്ങളോ അല്ല, പക്ഷേ ഒരു അസ്ഥാനത്തുള്ളൊരു തമാശ, അത് ഇപ്പോഴും ആ സിനിമയിലെ ഡയലോഗിനെക്കാട്ടിയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ സിനിമയുടെ എൻ്റെ വേഷം എന്ന് പറയുന്നത് പഴയ കാലത്ത് നമ്മുടെ ബ്ലൗസും ലുങ്കി എടുത്തിട്ടുള്ള കാട്ടിനകത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. അപ്പം ഇദ്ദേഹം ഞാനും കൂടി ഒരു റേപ്പ് സീനിൽ അഭിനയിക്കുകയാണ്. അത് റേപ്പ് വേറെ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതായത് പാറയുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു സാധനം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു, കൈയൊക്കെ തട്ടി കുടഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇങ്ങനെ പതുങ്ങി വലിയ പാറയുടെ ബാക്കിലിരിക്കും, വലിയൊരു വനമാണ്, വനത്തിനുള്ളിലാണ്. അപ്പോൾ ക്യാമറ ക്രൂസ് കുറച്ച് അകലെയാണുള്ളത്. അപ്പോൾ ഈ ചേട്ടനും ഞാനും മാത്രമാണുള്ളത്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു, നിന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നിന്നെയൊക്കെ എങ്ങനെ റേപ്പ് ചെയ്യാതിരിക്കും, സീൻ റേപ്പാണെങ്കിൽ ഇത് ഒറിജിനലി റേപ്പ് ചെയ്യാൻ തോന്നുന്നൊരു ഇതാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ പെട്ടെന്നൊരു തമാശയാണെന്ന് ഉൾക്കൊള്ളുന്നതിന് പകരം പെട്ടെന്നൊരു പേടി, ഒന്നുമില്ല, ആളൊന്നും ചെയ്യില്ല, പകലാണ്. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ ആ പ്രായത്തിൽ നമുക്ക് ചെറിയൊരു പേടി വന്നു, അയ്യോ ആള് അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അസ്ഥാനത്തുള്ള തമാശയാണ്. അത് ആ ചേട്ടനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ പറഞ്ഞത്. ആരോപണമായിട്ട് ഞാൻ അതിൻ്റെ പുറകെ പോകാനോ കേസിനൊന്നുമല്ല. പക്ഷേ അദ്ദേഹം അത് തിരിച്ചറിയുന്നുണ്ടാവാം. പിന്നെ ഞാൻ കുറേ വർഷമായി ആ സിനിമ എടുത്ത് കണ്ടിട്ടോ കാര്യങ്ങളോ ഒന്നും, അദ്ദേഹം ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും ഇന്നലെ രാത്രി ഞാൻ ഒന്നുകൂടെ ഗൂഗിൾ ചെയ്തപ്പോൾ ആളുകൾ ആ സിനിമ വന്ന് കാണുകയും ആ സിനിമയ്ക്കകത്ത് ഇത്രയും വർഷം 10 വർഷമായിട്ട് അപ്ലോഡ് ചെയ്ത സിനിമയിൽ 10,000 പേരായിരുന്നു ഇതുവരെ വ്യൂസ്. ഇന്നലെ 2 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം പേര് ആ സിനിമ കാണുകയും എക്സാക്റ്റ് ഞാൻ പറഞ്ഞ സാധനം ഞാൻ തന്നെ അന്തം വിട്ടുപോയി. ഞാൻ പാറയുടെ ഇടന്ന് നടങ്ങി വരുന്നതും ജയൻ ചേട്ടൻ തിരിച്ചു വന്നിട്ട് ശ്രീജിത്ത് രവിയാണ് അതിലെ നായകൻ, അവരുമായിട്ട് സംസാരിക്കുന്ന സീൻ ആളുകൾ കോട്ട് ചെയ്ത് ആ സീനിൽ ഇടുകയും അതാണല്ലോ ഈ സാധനം എന്ന് പറയുകയും ചെയ്തു. അത് 10 വർഷത്തിന് മുന്നുള്ള കാര്യമാണ്. ജയൻ ചേട്ടൻ വേറെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളെന്ന് തോന്നില്ല. മേ ബി ഒരു തമാശ കൊണ്ട് പറഞ്ഞതാണ്. ഇത്തരം അസ്ഥാനത്തുള്ള തമാശകൾ ഉണ്ടാക്കുന്ന ഒരു വേദനയുണ്ട് പെണ്ണുങ്ങൾക്കെന്ന് പറയുന്നത്. ഇവർ വിചാരിക്കുന്നത് ഈ ശരീരത്തെയും അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിനെയും നമ്മുടെ ശരീരത്തെയും നമ്മളുടെ മറ്റ് ലൈംഗിക അവയവങ്ങളെയൊക്കെ അങ്ങോട്ട് പുകഴ്ത്തുമ്പോൾ ഇത് കേട്ടിട്ട് ഒലിപ്പിച്ചുകൊണ്ട് പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഒരുവിധ അന്തസ്സുള്ള സ്ത്രീകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മളുടെ മനസ്സിലുള്ള ഒരാൾ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവൻ പറഞ്ഞാൽ നമ്മളത് കേൾക്കും. എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളോട് അതൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാ സാഹചര്യത്തിലും സ്ത്രീകൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അത്തരം റേപ്പിനേക്കാൾ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേർബലി ഇവരൊരു സുഖം നടത്തുന്ന ഇത് മാത്രമല്ല കേട്ടോ, പല അവസരങ്ങളിലും നമ്മൾ ഞെട്ടിപ്പോകുന്ന പൊസിഷനിലിരിക്കുന്ന ആളുകൾ വളരെ മോശമായിട്ടുള്ള അംഗവിക്ഷേപങ്ങൾ, അതേപോലെയുള്ള വാക്കുകൾ, വേർബലിയൊക്കെ നിങ്ങളും പലതും കണ്ടു കാണും മീഡിയസിലൊക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഒരു റൂമിൽ കാണിക്കാനുള്ള കാര്യങ്ങളുടെ ഇതൊക്കെ പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വളരെ മോശമായിട്ട് ഇടപെടുന്നെന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അതൊക്കെ മാറ്റണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അവരവരുടെ തെറ്റ് തിരിച്ചറിയണം. അല്ലാതെ നമ്മളിപ്പോൾ ആരെയും തൂക്കിക്കൊല്ലാനോ ഒന്നിനും പോകുന്നില്ല. ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള പല തെറ്റുകുറ്റങ്ങളിലൂടെ പോകുന്നതാണ്. പക്ഷേ ട്രാൻസ്ഫർമേഷൻ, ഈ ഒരു ചേഞ്ച്, ഒരു ക്ലിയറൻസ് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് ഉണ്ടാവേണ്ടതുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.